Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa nashhadu an la ilaha illallah wa nashhadu anna Muhammadan abduhu wa rasuluhu അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വ ഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന KNMൻ്റെ സംസ്ഥാന ജില്ലാ മണ്ഡലം സാരഥികളെ, പണ്ഡിതന്മാരെ, സ്നേഹാദരണീയരായ നിലമ്പൂർ മണ്ഡലത്തിലെ സ്നേഹാദരണീയരായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കാലാവസ്ഥ നമുക്ക് വേണ്ടി അള്ളാഹ് തരുന്നതാണ്. നമുക്ക് മാത്രമല്ല, ലോകത്തിലൊന്നടങ്കം പ്രതിസന്ധികളുണ്ട്. ചിലപ്പോൾ തണുപ്പായിരിക്കാം, ചിലപ്പോൾ ചൂടായിരിക്കാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നരകത്തിൽ കഠിനമായ ചൂടും കഠിനമായ തണുപ്പുമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. റസൂലുള്ളാഹിയോട് ചോദിച്ചു, റസൂലേ, നരകത്തിൽ എന്തിനാണ് തണുപ്പ്? അത് ആസ്വദിക്കാനല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മരം കൊച്ചുന്ന തണുപ്പ് നമ്മളുടെ എല്ലുകളെപ്പോലും വരിഞ്ഞു മുറുക്കാൻ മാത്രം ഉള്ളതാണ്. ചില കാലത്ത് ചൂടുണ്ടാവും, ചില കാലത്ത് തണുപ്പുണ്ടാവും. അള്ളാഹുവിനെ നമ്മൾ കുറ്റം പറയാറില്ല. അള്ളാഹുവിനെ കുറ്റം പറയലാണ് കാലത്തെ കുറ്റം പറയുന്നതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, അതൊന്നും പറയാതെ നിങ്ങൾ ഈ ചൂടുകാലത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. കാരണം ഇങ്ങനെയൊന്ന് സംഘടിപ്പിച്ചാൽ ചൂടാണെങ്കിൽ ആൾക്കാർ വരുമോ വരൂലേ? മുവഹിദുകളാണെങ്കിൽ അവരെങ്ങനെയായാലും വരും എന്നതിൻ്റെ ഒരു സാക്ഷിത്വം കൂടിയാണ് ഈ ജനസംഗമം. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. ഇരിക്കുന്ന നമ്മൾ മനുഷ്യരാണ്. നമ്മളിവിടേക്ക് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ നിന്ന് പോകാനുള്ളവരാണ് എന്നതാണ്. നമ്മളുടെ പോക്കിനെക്കുറിച്ചാണ് അള്ളാഹ് നമ്മളുടെ വരവിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ആധുനിക തലമുറ നമ്മുടെ പാരോടും മാരോടൊക്കെ പറയും, ഞാൻ പോവുക കേട്ടോ. അപ്പോൾ അവരെന്താ പറയാറിയോ? അങ്ങനെ പറയല്ലേ മോനെ, വരട്ടോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു അകലക്കുറവാണ് വരട്ടെ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ വന്നു, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരുമാണ്. പ്രായമോ സാഹചര്യങ്ങളോ ഒന്നും അതിന് കണക്കില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു മാമാങ്കരയിലെ മഹല്ലിലെ
ഒരു മരണം നടന്ന് തലേ ദിവസം 11 മണിക്ക് വീട്ടിൽ വന്ന് കിടന്ന് രാവിലെ 5:30 മണിക്ക് മകൻ വിളിക്കുമ്പോൾ ഉപ്പ എഴുന്നേൽക്കുന്നില്ല. ഉപ്പ ലോകത്തോട് വിട പറഞ്ഞതാണ്. ആ മഹല്ലിലെ മരണകാര്യങ്ങളുടെ വസ്തുക്കളൊക്കെ എടുത്തു കൊടുക്കുകയും അതൊക്കെ ആലോചിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള വാർത്തകൾ എന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാചകം അല്ലാഹ് നമ്മളെ കണ്ടറിഞ്ഞു പഠിപ്പിച്ചതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ഞാനൊരിക്കലൊരു യാത്ര പരിപാടി സംബന്ധമായി പോയപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, തൊട്ട് മുമ്പിൽ നമ്മളെ വാഹനം നിർത്തും, അതിലേക്കൊരാൾ കയറും, അയാളെ ഒന്ന് ആശ്വസിപ്പിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രയാസം? ഒരു വാഹനം മറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 3 പേർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് വഫാത്തായത്. അപ്പോൾ അദ്ദേഹം കയറുന്നത് കണ്ടപ്പോൾ ഞാൻ ബാക്കോട്ട് ഇരുന്നു, അദ്ദേഹത്തെ മുന്നിലിരുത്തി അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇക്കാ സാരമില്ലിക്ക, നിങ്ങൾ ആ മരണവാർത്ത കേട്ടപ്പോൾ നിങ്ങൾ എന്താണ് ചൊല്ലിയത്? അപ്പോൾ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിങ്ങൾ പറഞ്ഞല്ലോ, പറഞ്ഞു. ഇക്ക അതിൻ്റെ അർത്ഥം എന്താ? അപ്പം അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇരുന്ന അയാൾ പറയുകയാണേ, നിങ്ങൾ നടക്കിട്ടോ ഞാൻ വരാം, നിങ്ങൾ നടക്കിട്ടോ ഞങ്ങൾ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം, ഞങ്ങളും വരാനുള്ളതാണ്, ഞങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് എന്നൊക്കെ അതിന് അർത്ഥമുണ്ടെങ്കിലും അയാൾ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ നടക്കി ഞങ്ങൾ വരെ. ഒരു കല്യാണത്തിന് പോകുന്നത് പോലെ, ഒരു സൽക്കാരത്തിന് പോകുന്നത് പോലെ നമ്മളൊരു കൂടുമാറ്റമാണ് നമുക്ക് അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ മഹല്ലിലുള്ള എല്ലാവരും വരണം പള്ളിയിൽ കേട്ടോ. നമുക്കങ്ങനെയാണ്, നമ്മളാരും ഒഴിവാക്കാൻ പറ്റൂല. നമുക്ക് എല്ലാവരും വരുമ്പോൾ ഇമാമിന് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാണ്ട്, മഹല്ലത്തെ കാര്യം, രാജ്യത്തിൻ്റെ കാര്യം, നാടിൻ്റെ കാര്യം, പഞ്ചായത്തിൻ്റെ കാര്യം ഒക്കെ കൂടെ പറയും. പക്ഷേ അയാൾ ആദ്യമായി പറയുന്നത്, എൻ്റെ മഹല്ലിലുള്ള ജനങ്ങളെ, നിങ്ങളൊക്കെ തഖ്വയുള്ളവരായിരിക്കണം, നിങ്ങളെക്കൊണ്ട് കഴിയും വിധം നിങ്ങൾ മുത്തഖികളാകണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ ഈ മഹല്ലെന്ന് ഒരാളും മരിച്ചു പോകരുത് കേട്ടോ. മരിച്ചു പോകരുത് എന്നല്ല പറഞ്ഞ്, മുഅ്മിനായി മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ ഒരാളും മരിച്ചു പോകരുത്. നമ്മൾ നല്ല ഒരു കല്യാണത്തിന് പോവുകയാണ്, തുണിയുപ്പായൊക്കെ മാറ്റി അവിടെ എത്തണീൻ്റെ മുമ്പ് നമ്മളെ മേത്തേക്ക് കുറച്ച് ചളി തെറിപ്പിച്ച് റോട്ടിന്ന് നമ്മൾ കല്യാണത്തിന് പോവുക. അത് സാരല്ല, അവിടെ ഇപ്പോൾ ചോറ് കഴിച്ചല്ലേ, അത് പാരാ നോക്കണില്ല, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരും. എന്താ അറിയോ, ആ അഭിമാനമുള്ള ആൾക്കാരൊക്കെ കൂടണേ ആ സ്ഥലത്ത് വഷളാകാൻ ഈ ചളിയും പിളിയായിട്ട് ഞാൻ ലജ്ജും കുട്ടികളും പോയിക്കോ, ഞാൻ തുണിയും പായം മാറ്റി വരാമെന്ന് പറയും. നമ്മളെ അന്ന് നല്ലൊരു 3 തുണിയിൽ പുതപ്പിക്കും. പക്ഷേ ഉള്ളിലൊക്കെ കുറേ ചളിയാണെങ്കിൽ നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് പരിഗണനയും ബഹുമാനം ഉണ്ടാകുക. അപ്പം ചളി പുരളാത്ത ജീവിതം നമ്മൾ നയിച്ചാൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തേക്കാൾ ശുദ്ധമായ, അതിനേക്കാൾ പരിശുദ്ധമായ ആത്മീയ വിശുദ്ധിയോടുകൂടെ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ഈ ചൂടൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നേണ്ടത്. ബാങ്ക് കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞത്, മരണത്തിൻ്റെ മുമ്പ് നമുക്ക് മുസ്ലിമാകാൻ നിവൃത്തിയില്ല. നമ്മളെപ്പോഴും അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അൽ തട്ടിപ്പ്, അൽ വെട്ടിപ്പ്, അൽ കൊല, അൽ ചതി, ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കണോലുണ്ട്, വേറൊരു വഴിക്ക് അതൊക്കെ പോണുണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മം, വമഹ്യായ, എൻ്റെ ജീവിതം, വമമാത്തി, എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ,
ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളിന്ന് സുബൈ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, നമ്മളൊരുപാട് കാലമായിട്ട് പണ്ഡിതന്മാരുടെ ഉപദേശം കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ അത് മറക്കാതെ നമ്മൾ ജീവിക്കുക. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ബഹുമാന്യനായ അബുമദനി പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തരമായ ആദർശമാണ്, ആശയമാണ് നമ്മളുടെ അടിസ്ഥാനപരമായ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ക്യാൻസലായി പോയാൽ നമ്മൾ എത്ര പണം മുടക്കിയിട്ടും എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, അത് മുഴുവൻ അള്ളാഹു ക്യാൻസലാക്കും ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. നമ്മളുടെ മരണത്തിന് ഒരുക്കം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കുട്ടികളോടൊക്കെ പറയും, ഞാൻ മരിച്ചാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടണം, ഞാൻ മരിച്ചാണെങ്കിൽ തെങ്ങും തോട്ടം എങ്ങനെ ആക്കണം, ഞാൻ മരിച്ചാണെങ്കിൽ റബ്ബർ തോട്ടം അങ്ങനെ ആക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആക്കണ്ടോലെ ആക്കിക്കോളും, നമ്മളതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. വളമിടേണ്ട നേരത്തെ ഒരു വളമിട്ടോളും, വെട്ടാൻ തുടങ്ങേണ്ട നേരത്ത് വെട്ടി തുടങ്ങിക്കോളും, നമ്പറിണ്ട നേരത്തെ നമ്പർ ഇട്ടോളും. പക്ഷേ ഈ പറയുന്നതിലൊക്കെ നമുക്കെന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു വിശ്വാസിയായ മനുഷ്യനെ അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോൾ ആ അടിമയെ അള്ളാഹു ഉപയോഗപ്പെടുത്തും. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബല മൗതിഹി. മരണത്തിൻ്റെ മുമ്പ് നല്ലൊരു കാര്യം ചെയ്യാൻ അള്ളാഹു അവന് തൗഫീഖ് കൊടുക്കും. നല്ല നല്ല കാര്യങ്ങൾ. കഴിഞ്ഞ റമദാൻ മാസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരു ദിവസം നമ്മുടെ ഒരു പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കുഴഞ്ഞു വീണ് മരിച്ചു. കുഴഞ്ഞു വീണപ്പോൾ അദ്ദേഹത്തിന് പണി എന്തായിരുന്നു അറിയാം നിങ്ങൾ? എന്തായിരുന്നു? പാവങ്ങളായ ആൾക്കാർക്ക് റമദാൻ കിറ്റ് കൊടുക്കാനുള്ളത് കവറിലാക്കി അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കെട്ടണ നേരത്താണ് അയാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. മിനിഞ്ഞാന്ന് നമ്മുടെ KK മുഹമ്മദ് സുല്ലമി അവറുകളുടെ മകളുടെ ഭർത്താവ് കണ്ണൂരിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു ആ സഹോദരന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവർക്കൊക്കെ മനസ്സമാധാനവും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി ബാക്കിയുള്ളവരും പ്രാർത്ഥിച്ചോളും. നമ്മൾ പോണേ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല മരണം വരാൻ എന്താണ് മാർഗം? നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അന്തിക്കൊന്നും പെരയിന്ന് ഉടക്കാതെക്കുക. രാത്രിയല്ലേ പെണ്ണുങ്ങളായിട്ടാണ് ഉടക്കിയാപ്പഞ്ഞ് രാവിലത്തെ 5 മണിക്കത്തെ ചായയല്ലേ, അപ്പോത്തിനോളും മറന്നോളും. വിചാരിക്കണ്ട 12 മണിക്ക് ചിലപ്പോൾ നമ്മൾ ഉണർന്നില്ല നിൽക്കുക, നമ്മളപ്പം തന്നെ പോയി നിൽക്കുക. അതോടുകൂടിയാണ് ഉണ്ടാകുക. നല്ല കാര്യങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ. നാട്ടിലെ നമ്മുടെ ഇരിക്കണ, ഞാൻ വേദിയിലും സദസ്സിലൊക്കെ നമ്മൾ അറിയണ കുറേ ആളുകളെ കാണുമ്പോൾ ഒക്കെ മഹല്ല് കൊണ്ട് നടന്ന് മഹല്ലിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ദീനിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി ഞങ്ങളെക്കാളൊക്കെ ഓടുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. അതിങ്ങനെ ഓടിപ്പോൾ റമദാൻ മാസത്തിലൊക്കെ എത്രയേ കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോയി നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഖബർക്ക് കൊണ്ടുപോകാൻ എത്ര ആൾക്കാർക്ക് ഭയങ്കര ആശ്വാസങ്ങൾ. ഒരു മയ്യത്ത്, ആ മയ്യത്തിന് കുടുംബത്തിൽ കുറച്ച് ആൾക്കാരെ കൊള്ളൂ. അദ്ദേഹത്തിൻ്റെ കട്ടില ആകെ 1 കിലോമീറ്ററാണ് കൊണ്ടുപോണ്ട്. ആ കൊണ്ടുപോകാൻ ആൾക്കാർ കൈയിങ്ങനെ മാറുകയാണ്. ആ കാലുമ്മൽ ഇങ്ങനെ മാറി 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 ആളൊന്ന് മാറിക്കൊടുക്കി, ആളൊന്ന് മാറിക്കൊടുക്കി. അപ്പം ഞാൻ വിചാരിച്ചു, ഈ കനല്ലാത്ത മനുഷ്യൻ ചെറിയ ഒരു കട്ടിൽ ആകെ 1 കിലോമീറ്റർ, എന്തിനാ ഈ ആളിങ്ങനെ മാറണേ? മറ്റോ കുഴങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആൾക്കാർ പറയണേ, മൂപ്പരെ ഏറ്റാൻ എല്ലാവർക്കും പൂതിയാണ്. എല്ലാവരും നമ്മളെയൊക്കെ നാളെ കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ അങ്ങനെ പറയോ? നല്ല മനുഷ്യനായിരുന്നു, ആരെയും ചതിച്ചിട്ടില്ല, കുടുംബത്തെ നോക്കും, ദീനിയായി ഉണ്ടാവും. സംഗതി ഓൻ മുജാഹിദൊക്കെ തന്നെയാണെങ്കിലും ഓൻ നല്ല മനുഷ്യനാണ്, ശുദ്ധനാണ്. ഓൻ വേറെ ഒന്നും ഓൻ്റെ അടുത്തില്ല, അത്രയും നല്ലവനാണ്. അങ്ങനെയൊക്കെ ആവുമ്പോഴാണല്ലോ നമ്മളെയൊക്കെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ആൾക്കാർക്കൊക്കെ ഇഷ്ടം, ഏറ്റാൻ ഇഷ്ടം, കുളിപ്പിച്ചാൻ ഇഷ്ടം. മയ്യത്ത് മറമാടാൻ വേണ്ടി മറമാടുമ്പോൾ എല്ലാവരും അവിടെ നിൽക്കണം കേട്ടോ, ആരും പോകരുത് എന്ന് പള്ളിക്കത്തെ ഉസ്താദ് പറയൊന്നും വേണ്ട, ആരും പോവില്ല. നമ്മളെ മയ്യത്ത് മറമാടി ഖബറിലെല്ലാം കഴിഞ്ഞ്
അതിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ ഇട്ടിട്ടേ ബാക്കിയുള്ളവർ പോവുള്ളൂ. എന്നാലും കുറേ ആൾ പോവില്ല. മുറുക്കി പിടിച്ച് ബലം പിടിച്ച് ജീവിച്ചാലേ നമ്മളെ തന്നെ മറേജേണ്ടി വരും. കുടുംബക്കാരൊന്നും നിൽക്കൂല, ആർക്കും ഒഴിവുണ്ടാവില്ല. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ഇഷ്ടത്തോടു കൂടി നമ്മൾ സഞ്ചരിക്കുക. രാവാകട്ടെ പകലാകട്ടെ, ഊട്ടിയാകട്ടെ മൈസൂരാകട്ടെ, കുട്ടികളുണ്ട് ഇവിടെ ഉണ്ട് പറയാം, ഊട്ടിയാകട്ടെ മൈസൂരാകട്ടെ നിലമ്പൂരാകട്ടെ അവനാൻ്റെ നാടാകട്ടെ, ഞാൻ അള്ളാഹനെ ഇന്ന് രാത്രിയോ നാളെയോ കണ്ടുമുട്ടും എന്ന ഉറപ്പിൽ മാത്രം നടക്കുക. നമ്മളെ വയസ്സോ നമ്മളെ മസ്സിലോ നമ്മളെ കരാട്ടെ ഒന്നും ചിലപ്പോൾ എന്തില്ല, നമ്മളെ കണക്കിൽ നമുക്ക് കുറച്ച് കാലം ഉണ്ടാവും എന്നായിരിക്കും നമ്മൾ വിചാരിക്കണത്. പക്ഷേ നമ്മളെ ആയുസ്സിനെയും നമ്മളുടെ ദിവസങ്ങളെയും ഒക്കെ എണ്ണുന്നത് ആരാ? നമ്മളല്ല, അള്ളയാണ് എണ്ണുന്നത്. പുതുമാരനെ കാത്ത് പുതുനാരി ഇരിക്കുമ്പോഴാണ് ഓഡിറ്റോറിയത്തിൽ വരുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കുടുംബത്തിൽ കണ്ണുനീരും കരച്ചിലും പെട്ടെന്ന് സംഭവിക്കുകയാണ്. പുതുനാരിയും കരയുന്നു. എന്താണ്? വരൻ്റെ വാഹന അപകടത്തിൽപ്പെട്ട് വരൻ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിക്കുന്നത് പോലെ ആസ്വദിച്ചു കൊണ്ടിരിക്കെ കട്ട് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന മരണത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കുക എന്നാണ്. നമ്മൾ ചിലപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കും, കുടിയിരിക്കലിൻ്റെ ഒരുക്കത്തിൻ്റെ ഇടയിൽ തലേ ദിവസം കരണ്ട് പിടിച്ച് കുടുംബനാഥൻ മരിച്ചൊരു വീടിൻ്റെ ഫോട്ടോ നിങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും. അങ്ങനെയാണ് വരിക. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടും. ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ മറ്റന്നാളായിരിക്കും. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും പൂതി വച്ചാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും പൂതി വെക്കുന്നതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറില്ലേ, ഓൻ ചെറുപ്പത്തിൽ തന്നെ പോയി, ഓൻ്റെ വല്യമ്മ മരണം കണ്ടു, ഓൻ്റെ വാപ്പിയും കണ്ടു, ഓൻ്റെ മകനും കണ്ടു, ഓൻ്റെ പെണ്ണുങ്ങളും കണ്ടു, 35-ാമത്തെ വയസ്സിലാണ് ഓൻ പോയത്. നമ്മളെ കുടുംബത്തിൽ നിന്നൊരു മകൻ പോയാലും നമുക്കാർക്കും സങ്കടമില്ലാത്ത എന്താണ്ടറിയോ? ഓനെ അള്ള നേരത്തെ കാലത്തെ കൊണ്ടേ എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ കുറേ വേണ്ടാത്തരും ലഹരിയും അതേപോലെ തന്നെ എല്ലാ തോന്നിയാസത്തിലും ഉണ്ടായിട്ട് നമ്മൾ 25-ാമത്തെ വയസ്സിൽ പോയാലേ ചങ്ങായിമാർ കുറേ വന്നുകാണ്ട് നമ്മളെ കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളെ അമ്മാക്കും ബാപ്പാക്കും നമ്മളെ സങ്കടം തീരൂല. എന്തുകൊണ്ടാ സങ്കടം തീരാത്തറിയോ? ഓൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? മലക്ക് ഓൻ്റെ അടുത്തേക്ക് എങ്ങനെയായിരിക്കും ചെന്ന് കാണുക? എൻ്റെ മകൻ ഒരു പശ്ചാത്താപത്തിനും കൂടി അവസരം കിട്ടിയിട്ടില്ലല്ലോ പടച്ചോനെ, ഓനാ മുഴുവൻ അനുഭവിച്ചണ്ടേ. എന്നാൽ നിങ്ങൾ ദീനിയായി, ഞാനും നിങ്ങളും ദീനിയായി ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ സഹോദരി തലയിൽ തട്ടമിട്ട് കോളേജിലൊക്കെ വരുമ്പോൾ ദീനിയായി നല്ലവളായി നല്ലവനായി കഴിഞ്ഞുകൂടി നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡോക്ടർ MBBS പഠിക്കുന്നൊരു പെൺകുട്ടി ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും ദുആർന്നു. അവൾ ഒരുപാട് ക്ലാസ് എടുക്കണേ സദ്വൃത്തയായ മനക്കരുത്തുള്ളൊരു പെൺകുട്ടിയാണ്. കോഴ്സ് ഒരുപാട് കാലം പഠിച്ചിട്ടും കോഴ്സിന് കിട്ടാമെന്നപ്പോൾ വീണ്ടും പഠിച്ചിട്ടാണ് അവൾ പറയാം, ഞാൻ ആദ്യം ഒരു പൊട്ടത്തിയായിരുന്നു, പടച്ചോൻ എനിക്കിങ്ങനെ തന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു, വാപ്പാർക്കും ഉമ്മാക്കും ഒക്കെ സന്തോഷമായി. എന്താ കാരണം? നല്ലത് ചെയ്തിട്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിൻ്റെ ഒരു പ്രാധാന്യം നോക്കി നിങ്ങൾ. അത് ചൊല്ലിക്കൊണ്ട് ആരെങ്കിലും വിട വാങ്ങിയാൽ അവൻ അല്ലാഹു സ്വർഗം പ്രവേശനത്തിൻ്റെ സന്തോഷ വാർത്ത കൊടുക്കുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശത്തിലല്ലേ നമ്മൾ ജീവിക്കണേ? നമ്മൾ ഇതുവരെ ഏതെങ്കിലും ഒരു അള്ളാഹു അല്ലാത്തവർക്ക് നേർന്ന ഒരു നീർച്ചൻ്റെ ചോറ് നമ്മളാരും തിന്നാതെക്കണമെന്തുകൊണ്ടറിയോ? തിന്നാതെക്കണേ നമുക്ക് ബിരിയാണിക്ക് പൂതിയില്ലായിട്ടല്ല, നമ്മളെ വാപ്പാരും ഉമ്മാരും തൗഹീദുള്ളവരാ. ഒരു വാപ്പ പറയണേ, പീഡിയക്കുലയും ഇരിക്കുമ്പോഴേ, ഇനി ഇന്ത്യ രാജ്യത്ത് നമ്മളെ മക്കളൊക്കെ എങ്ങനെ ജീവിച്ചാൽ നമ്മളിങ്ങനെ ജീവിച്ചു പോവും, ഓലെ കാര്യം എന്താണ്? അപ്പോൾ വേറെ വാപ്പ പറയണേ, ഇജ്ജ് എൻ്റെ കാര്യം നോക്കുക, എൻ്റെ മക്കളെ കാര്യത്തിൽ ഇജ്ജ് ബേജാറാണ്ട. മക്കളെ കാര്യത്തിൽ ഓൽക്ക് ഈ ഇന്ത്യ രാജ്യത്ത് സുഖമായിട്ട് ജീവിച്ചാൽ, കുറിയോടാൻ പറഞ്ഞാൽ ഓല് കുറിയൊട്ടോളും, തട്ടൊഴിവാക്കാൻ പറഞ്ഞാൽ ഓല് തട്ടൊഴിവായിക്കോളും, നിക്കരിച്ചണ്ടാറിഞ്ഞ ഓല് നിക്കരിച്ചാവുന്നോളൂ, പള്ളി പൊളിച്ചറിഞ്ഞാൽ പൊളിച്ചോളി. കാരണം എന്താ? അത്ര സ്ട്രിക്റ്റ് ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണതാണ്, നമ്മളിങ്ങനെ
അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരു തെറ്റും അപകടവും ഒന്നും വരുത്താതെ നമ്മൾ ജീവിച്ച നമ്മളെ മേന്മ മാത്രമല്ല, നമ്മളെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ആദർശ ധീരതയാണ്. കല്യാണം കഴിച്ച് വന്നവരും കൊടുന്നവരും പെണ്ണ് കെട്ടിയോലും മക്കൾ ഉണ്ടാവണോലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഞമ്മക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്താലേ മരിച്ചുമ്പോൾ നമുക്ക് സമാധാനത്തിൽ മരിക്കാൻ കഴിയുള്ളൂ. ആ വിശ്വാസവും ചൊല്ലലും പറയലും ഒക്കെ ഉപകരിക്കുകയും അടിസ്ഥാനപരമായി ആ വിശ്വാസത്തെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസി ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നൂലേ, റോട്ടിൽ പണി നടക്കുന്നുണ്ട്, അവിടെ പണിയാണ് ഇവിടെ പണിയാണ്, വെയിലാണ് ചൂടാണ്, ഇത്രയും ആൾ വന്നു. ഇനിയിപ്പോൾ വരാത്തോലും ഉണ്ടാവും കേട്ടോ, ഓലെ കുറ്റപ്പെടുത്തല്ല, ഓല് പുരയിൽ ഇരിക്കേക്കാരം, ഓല എന്തേക്കാരം ഇറങ്ങാത്തറിയോ, വെളിയന്തോടുങ്ങ് റോഡ് പണിയാന്ന് കേട്ടു, ചൂടിന്ന് 44 ഡിഗ്രിയാന്ന് സർക്കാർ പറഞ്ഞിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുരയിലിരുന്നതാണ്. എന്നാൽ അന്ന് എടുത്തു നോക്കുമ്പോഴാണ് ഡയറിയിൽ ഇന്നൊരു ഉച്ചക്കത്തെ ഒരു കല്യാണം. ആ കല്യാണത്തിന് ചിലപ്പോൾ നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ എന്താ അറിയാം ഞങ്ങൾ, മൗത്തുൽ മുഅ്മിൻ ബി അറഖിൽ ജബീൻ, സത്യവിശ്വാസിയുടെ മരണം നെറ്റിയിലെ ഒരു വിയർപ്പ് ആയിട്ടായിരിക്കും. ഓടി നടന്ന് ഓരോ കാര്യങ്ങൾക്ക് ചെയ്ത് അതിന് ചെയ്ത് കുറ്റവും കുറവും നോക്കൂല. അഞ്ഞ വിളിച്ചില്ല, അഞ്ഞ അറിയിച്ചില്ല, ഇഞ്ഞവിടെ എന്തേ പറയാൻ എന്നോട് ചോദിച്ചാൽ അതെന്തേ ചെയ്ത്, അങ്ങനെ ഒരു ജ്ഞാനീയത്തേറ്റ് ഞാനും നിങ്ങളും നടക്കൂല. നമ്മൾ ക്യാമ്പായാലും ക്ലാസ് ആയാലും പെരിയിലെ കല്യാണമായാലും കുടിരിക്കലായാലും നാട്ടിലെ വയലായാലും ക്ലാസ് ആയാലും ഒക്കെ നമ്മൾ അറിഞ്ഞോ നമ്മൾ പോവും. അങ്ങനെ അവിടെ ചെന്ന് ഓടി അതെടുത്തച്ച് ഇവിടുത്തെടുത്തച്ച് എല്ലാ കാര്യത്തിലും തടി. ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു പൊതു സേവന പ്രവർത്തനം നടത്തുകയാണല്ലോ, അപ്പോൾ എല്ലാവരും വന്നിക്കണേ, മഹലിൻ്റെ ഒരു പള്ളിൻ്റെ തറയ്ക്ക് മണ്ണിടുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിക്കണേ. കൈക്കോട്ടേറ്റ് വന്നത് കൊട്ടയേറ്റ് വന്നത് 4 ആളുള്ളല്ലോ. അപ്പോൾ ഓല എന്നും ഓൽക്ക് കൈക്കോട്ടും കൊട്ടയുള്ളൂ ഓലെ ജീവിതത്തിൽ. അപ്പോൾ ഓലിങ്ങനെ വന്നു നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആ ഒരു കൊത്ത മണ്ണ് ഇട്ടിട്ടാ അവിടുന്ന് ഇങ്ങോട്ട് തോണ്ടിക്ക. ഓല് 4 ആൾ വെച്ചുങ്ങാണ്ട് ഓല് പോയി, ഞങ്ങളെന്നും മണ്ണെത്തണം, ഒന്നാണ് കൊത്തിക്കോളി, നിങ്ങളെ തടിയൊക്കെ ഒന്നാണ്ട് അളകട്ടെ എന്ന് പറഞ്ഞു. വിശ്വാസികൾക്ക് എപ്പോഴും പണിയന്നേക്കാരം, ഓരോ ജോലി ഉണ്ടാവും. MGM ഒരു ഭാഗത്ത് വിളിച്ചു കൂട്ടും, എന്നിട്ട് നമ്മളോട് പറയും മീറ്റിംഗ് ഉണ്ട്, നടന്നോളി, ക്ഷണിച്ചോളി. നമ്മളെന്താ പറയാറിയോ, ഈ വെയിലത്തൊരു സ്വൈരം തരുന്നില്ല ഈ സംഘടന. മനുഷ്യൻ അവിടെ ക്യാമ്പ് ഇവിടെ ക്യാമ്പ്, നെറ്റിയിൽ വിയർപ്പ് വേണമെങ്കിലേ മരിച്ചിട്ടൊരു പാട്ടിയിൽ വെള്ളം കൊടുന്നിട്ട് നമ്മളെ കുടുംബക്കാരുമ്മ നന്നായി മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വിയർപ്പ് തന്നെ നമുക്ക് വേണം. അതാണ് നമ്മളുടെ പ്രസ്ഥാനം. അടങ്ങിയിരിക്കാനായിക്കൂല, ചൂടും പുകയാണ്, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മളെ അടങ്ങിക്കാനായിക്കൂല. നമുക്കൊരു പണി കഴിയുമ്പോൾ ഒരു പണി തരും, ഒരു പണി കഴിയുമ്പോൾ ഒരു പണി തരും. കാരണം പരലോകത്ത് പണി തരാക്കാനാണ്. അവിടെ കൂലിയെ സഹോദരായിരിക്കുള്ളൂ. ഇവിടെയാണ് പണി, അവിടെയാണ് കൂലി. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅത്തി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബരി. നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്ക് നമ്മളുടെ ഖബർ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ മരണം വെള്ളിയാഴ്ചയാകാൻ, എന്നോ ആവട്ടെ, നമ്മളെന്നോ മരിച്ചോട്ടെ. പക്ഷെ എന്നാലുണ്ടല്ലോ നമ്മളെ മരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, പഠിച്ചോനെ ജി വെള്ളിയാഴ്ച ആക്കിത്തരണേ റബ്ബേ, വെള്ളി രാവിലെ ആക്കിത്തരണേ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അബ്ദുസ്സലാം, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ മരണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് എത്തിയപ്പോൾ അദ്ദേഹം ചിരിക്കണുണ്ട് കരയണുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? എൻ്റെ ഉപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു വെള്ളിയാഴ്ച വഫാത്താകുക എന്നുള്ളത്. വെള്ളി രാവിലെ വഫാത്തായി. വാപ്പ വെള്ളിയാഴ്ച ആണ് വാപ്പാനെ മറവ് ചെയ്ത്, ജുമാൻ്റെ മുമ്പ് 10 കൊണ്ടുപോയി മറവ് ചെയ്തു. പാൻ്റെ ഒരാഗ്രഹം നടന്നു, ഇനി അടുത്തത് സ്വർഗ്ഗമാണ്, അതും കൂടി അള്ളാഹ് കൊടുക്കട്ടെ. അങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ജീവിതത്തിലേ. നമ്മളെ കല്യാണത്തിൻ്റെ ദിവസവും മകൻ കല്യാണം കഴിച്ചിട്ട് ഓന് കുട്ടിണ്ടായിട്ട് ആ കുട്ടിനെ LKGയിലും UKGയിലും ചേർത്തിട്ട് ഹജ്ജിന് പോകാമൊക്കെ വിചാരിച്ച് കുത്തിർക്കുമല്ലോ. പക്ഷേ മരിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, പടച്ചോനെ എനിക്കൊരു ചെറിയ ഒരു താമസം എനിക്കെൻ്റെ നാട്ടിൽ തന്നാൽ, എൻ്റെ ഈ മരണം ഒന്നൊന്ന് വൈകിപ്പിച്ച് തന്നാൽ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം. വഅകുൻ മിനസ് സ്വാലിഹീൻ, ഞാൻ ഹജ്ജിന് ഒരുങ്ങിക്കോളാം. വഅകുൻ മിനസ് സ്വാലിഹീൻ എന്നതിന് വ്യാഖ്യാനത്തിൽ ഹജ്ജ് എന്നൊരാശയം കൂടി അതിലുണ്ട്. എന്തേ ജിക്തറിയായിട്ട് ഹജ്ജിന് പോകാതിനത് എന്ന് മരിച്ചണ നേരത്തെ എനിക്കും നിങ്ങൾക്ക് ഓർമ്മയില്ല. കഴിഞ്ഞൊല്ലം പോകാനും അതിൻ്റെ മുമ്പത്തെ കൊല്ലം പോകാനും ഇക്കൊല്ലം അപ്ലിക്കേഷൻ കൊടുക്കാനും എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അവസാനം മലക്കുൽ മൗത്ത് വന്ന് നമ്മളെ പിടിച്ചുമ്പോൾ പറയുമല്ലോ, ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ അടുത്തല്ല ഹജ്ജ് ചെയ്തോളാം.
അപ്പം അള്ള പറയുമല്ലോ, അതൊക്കെ ഇത്രയും കാലം എനിക്ക് കഴബിയും കായും ഒക്കെ ഉണ്ടായിട്ട് ആ വൈക്ക് നോക്കിയിട്ട് ആലോചിച്ചിട്ടില്ലല്ലോ, ഞാക്ക് വെറും വാക്കാണെന്ന് പറയും. അപ്പം മരണത്തിൻ്റെ മുമ്പ് നമ്മളുടെ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാൽ മരണം നമുക്ക് ആശ്വാസമാണ്. എത്രയോ ആളുകൾ ഹജ്ജൊക്കെ സാമ്പത്തികമായിട്ടുള്ളവരോടാട്ടോ പറയണേ, ഇല്ലാത്തോല് ബുദ്ധിമുട്ടി പോകണമെന്നല്ല പറയണേ. ഉണ്ടായിട്ട് നമ്മളതിനൊന്നും ഒരുങ്ങാതെന്നാൽ മരിച്ചണ നേരത്ത് നമ്മക്ക് ഏക സങ്കടതായിരിക്കും. പള്ളിയിൽ ജമായത്തിന് പോയിട്ടുണ്ടാവും, സദക്ക ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഹജ്ജ് കടായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ പറയുമല്ലോ ഞാൻ ഹജ്ജ് ചെയ്തോളാ. അപ്പം അള്ള പറയുമല്ലോ അതൊക്കെ വെറും വാക്കാണ്, അതൊന്നും നിനക്ക് ആശ്വാസം തരില്ല. നമ്മളുടെ മരണമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന അംഗീകാരങ്ങളുടെ കൂട്ടത്തിൽ പോലും നമ്മൾ പെട്ടുപോകും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? നിങ്ങളൊക്കെ ആരറിയോ? വിശുദ്ധരാണ്. നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കി. നിങ്ങളൊന്നൊരു മോശക്കാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ, സ്വഹാബികളോട് അവസാന കാലം എത്തുന്ന ആൾക്കാർക്ക് നിങ്ങളെ 50 ഇരട്ടി പുണ്യം കിട്ടുന്ന ഒരു തലമുറ ഇവിടെ വരാണ്ട്. അപ്പോൾ സഹാബികൾ ചോദിച്ചേ, ഞങ്ങളെക്കാൾ 50 ഇരട്ടി പുണ്യം കിട്ടണമെങ്കിൽ ആർക്കാവുന്ന അറിയണല്ലേ? ഞങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ ഇല്ല ഖൈറുൽ ഖുറൂന്, നല്ല നൂറ്റാണ്ടിലുള്ള ആൾക്കാരല്ലേ ഞങ്ങളെക്കാൾ ഒരു 50 ഇരട്ടി പുണ്യം ആർക്കാ കൊടുക്കുക? അപ്പോൾ റസൂല പറഞ്ഞു, അത് അവസാന ഒരു ഉമ്മത്തുണ്ടോ ഇവിടെ. അതെന്താ റസൂലേ ഓൽക്ക് അങ്ങനെ 50 ഇരട്ടി കൊടുക്കാൻ? അപ്പോൾ റസൂല പറയണേ, നിങ്ങൾ ഞാൻ കണ്ടിട്ടാണ് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചത്. ഓല് ഞാൻ കാണൂല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ആ അവസാനത്തെ ആൾക്കാർ എന്നിൽ വിശ്വസിക്കും. നിങ്ങളെ ശ്രേഷ്ഠത പറയാണ്, കേട്ടോളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ നിങ്ങൾ കണ്ടിട്ടാ വിശ്വസിച്ചത്, പക്ഷേ അവരെന്നെ കാണുന്നില്ല, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവരെന്നിൽ വിശ്വസിക്കും. റസൂല പറയണേ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതി തന്നിട്ടാണ് നിങ്ങൾ വിശ്വസിച്ചത്, പക്ഷേ അവർ ഖുർആൻ ഞാൻ ഓതുന്നത് കേൾക്കണില്ല, പക്ഷേ ഒരു ഖുർആനിൽ അവർ വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ കാണാതെ കേട്ടിട്ട് അവർ വിശ്വസിക്കുക. അതുകൊണ്ട് അള്ളാഹ് ഓൽക്ക് 50 ഇരട്ടി പുണ്യം ഏറെ തരുന്നു, നിങ്ങൾക്ക് തരുന്നേ. ആ വിശ്വാസത്തോടൊപ്പം കർമ്മത്തോടൊപ്പം പോകുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് ശുഹദാക്കൾ ഉണ്ടാവുക. ആ ശുഹദാക്കളുടെ ഗണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, രോഗം പകർച്ചവ്യാധി വന്ന് ഈമാനോടുകൂടി വഫാത്തായാൽ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഈമാനുള്ള ഇഖ്ലാസുള്ള കുട്ടിയോ ഉമ്മയോ വാപ്പയോ വെള്ളത്തിൽ മുങ്ങി വഫാത്തായാൽ അവർ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കാറ്റോ മഴയോ വന്ന് വീട് വഫാത്തായി, അവർ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. പെരിയിലിരിക്കുമ്പോൾ അടുക്കളക്ക് തീ പിടിച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഉമ്മ വഫാത്തായി, ഉമ്മ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഒരാൾ പൈസയൊക്കെ ഉണ്ടായിരുന്നു, സ്വതക്കൊക്കെ ചെയ്ത് പിന്നെ കുറേ തൊലഞ്ഞ് പീടിയൊക്കെ പൂട്ടി അവസാനം അയാളെടുത്ത് കാര്യമായിട്ടൊന്നും ഇല്ലാതെ വഫാത്തായി, അയാൾ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഒരാൾക്ക് കൂട്ടവും കുടുംബം ഒന്നുമില്ല, കുടുംബത്തിലെല്ലാവരും മരിച്ചുപോയി, കോയമ്പത്തൂരിൽ നിന്ന് വന്നതായി, നിലമ്പൂർ വന്ന് പാർത്തതായിരുന്നു, നിലമ്പൂർ ചന്തക്കുന്നുമ്പോൾ പള്ളിക്ക് നിക്കരിച്ചാൻ പറ്റലുണ്ട്, വേറൊന്നും മൂപ്പരെക്കുറിച്ച് അറിയില്ല, മൂപ്പര് മരിച്ചു, മൂപ്പർക്ക് ആരുമില്ല, മൂപ്പർ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞറിയോ? നമ്മളെല്ലാവരും എത്താൻ. മൂപ്പർക്ക് കുടുംബമല്ല, അതുകൊണ്ട് കൂട്ടവും കുടുംബമല്ല. ആരാപ്പം മൂപ്പർക്കുള്ളത്? ഒരു 15 ആൾ കൂടി കൊണ്ട് മറവെയ്തളി അല്ല, അയാൾ നിലമ്പൂരിലെ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഒരു ഉമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ രക്തം വാർന്ന് ലോകത്തോട് വിട പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ. ആ ഉമ്മ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഒരു മനുഷ്യൻ കാര്യമായിട്ടൊന്നുമില്ല, ഹോട്ടലിൽ കയറിയാൽ മൂപ്പര് കഞ്ഞിയാ കുടിച്ചാ, നാരങ്ങള്ളം കുടിച്ചാൽ 10 ഉറുപ്യ പോകുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പരടുത്ത് കായില്ലാത്തതുകൊണ്ട് മൂപ്പര് പച്ചള്ള കുടിച്ചാ, ഒന്നുമില്ല. പക്ഷേ അയാൾക്കെന്തില്ല? കടല്ല. ഒരാൾക്ക് 5 പൈസ അയാൾ കൊടുക്കാനില്ല, ആരടുത്തും അയാൾ കടം വാങ്ങിയിട്ടില്ല, ഒരു ബാങ്കിൽ അയാൾ ലോൺ എടുക്കാൻ പോയിട്ടില്ല, ഒരാളോടും ഒരു 10 ഉറുപ്യ കൊണ്ടാ ഞാൻ ഉണ്ടാവുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടില്ല. ആ കടമില്ലാതെ വഫാത്താകുന്നയാൾ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഇതൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞപ്പോഴേ ക്ലാസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എളുപ്പമുള്ള കാര്യമാണ് കടമില്ലാതെ ശുഹദാക്കളെ കൂട്ടത്തിൽ പെടുക, പക്ഷേ മൗലവിയെ എല്ലാവരും കടം വാങ്ങിയാൽ അപ്പോൾ കഴിഞ്ഞുകൊണ്ട്. കടം വാങ്ങൽ എന്താണ്? ഒരു വളവാണ്. കടം വാങ്ങിയാൽ പിന്നെ ആ പള്ളിക്കൊക്കെ വാക്കുക, പിന്നെ ഓനെ കാണാക്കുക, പിന്നെ മരിച്ച നേരത്തെ എല്ലാവരും കൂടി കുടുംബങ്ങളും കാലിയാരും ഒക്കെ പാടെ വിളിച്ചങ്ങാണ്ട് കടം വീട്ടാൻ തീരുമാനിച്ച് നോക്കുമ്പോൾ കടം വീടൂല. അപ്പം എന്നാൽ വിടാൻ തീരുമാനിച്ചാൽ വിടുന്നോലൊന്നും വിടൊന്നുമില്ല. നമുക്കിത് നോക്കുക, കടമില്ലാതെ വഫാത്താകാൻ കഴിഞ്ഞാലും ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ മരണമെന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിലും നമ്മളെങ്ങനെ മരിക്കണമെന്ന് നമുക്ക് ഏകദേശം ഒരു തീരുമാനമെടുക്കാം. നാഥ, നിൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ
ഞങ്ങളിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നാളെ ഒരുമിച്ച് കൂടാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ യാത്രാമധ്യേ എല്ലാവരും ബ്ലോക്കിലൊക്കെ കുടുങ്ങിയോണ്ട് ഇങ്ങനെ നേരം വൈകി എത്തുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എങ്കിലും അടുത്ത പ്രഭാഷകർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സംഘാടന രൂപത്തിൽ വളരെ വൈവിധ്യമായി കൊണ്ട് പരിപാടി സംഘടിപ്പിച്ച നിലമ്പൂർ മണ്ഡലം KNM സാരഥികൾക്കും ഓടി നടക്കുന്ന ISMൻ്റെ പ്രവർത്തകന്മാർക്കും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന MSMൻ്റെ കുട്ടികൾക്കും ഇതിന് സ്ത്രീ സമൂഹത്തെ ഇത്രയും കൂടുതൽ ഇവിടെ സംഘടിപ്പിച്ച MGMൻ്റെ ഭാരവാഹികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.